ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് മൂവി റിവ്യൂ പറയാനല്ല. ഇന്ന് ആക്ച്വലി ഞാൻ വന്നേക്കുന്നത് ഓൾറെഡി ഇത് യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. എനിക്കിത് പറയാനൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ മാരേജിനെ കുറിച്ചാണ്. ഈ മാരേജ് ഒരു 6 മാസം നീണ്ടുന്ന എല്ലാവിടെയും ഇന്റർനാഷണലി ഹൈലൈറ്റ് ആയ ഒരു മാരേജാണ്. അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് കുറേ കാര്യങ്ങൾ വന്നു. ചില റെപ്യൂട്ടഡ് ചാനലിലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വന്നു. പക്ഷേ എൻ്റെ ഭാഗത്ത് എനിക്കത് ഹെവിലി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം ഈ നെഗറ്റീവുകൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യത്തെ നെഗറ്റീവ്, ഇത് ഭയങ്കര ആർഭാടമാണ്, ധൂർത്താണ്, പൈസ ആവശ്യമില്ലാതെ ചെലവ് ചെയ്ത് കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻസ് ആണ് വന്നത്. ആക്ച്വലി എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുമ്പോൾ 5000 കോടി 6000 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അംബാനിയുടെ നെറ്റ് വേർത്ത് എന്ന് പറയുന്നത് 8 ലക്ഷം കോടിയാണ്. ഈ 8 ലക്ഷം കോടിന് ഒരു 0.5% മാത്രമേ അദ്ദേഹം ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ദൂർത്തെന്ന് പറയും? ഈ കാശുള്ള ആൾക്കാർ കാശ് ചിലവ് ചെയ്താലേ നമ്മുടെ ഇപ്പോൾ ഇന്ത്യക്കായാലും നമ്മുടെ ഒരു സൊസൈറ്റിക്ക് അതൊരു ഗുണകരമായിട്ട് വരുള്ളൂ. അത് കറക്റ്റായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഈ എമൗണ്ട് എത്ര കോടിയാണ് ചിലവാക്കുന്നത് നമ്മുടെ കൺട്രിയിലോട്ട് വരും. അത് നമുക്കാണ് ആ എമൗണ്ട് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അല്ലേ? അതുപോലും നെഗറ്റീവായിട്ടാണ് ചില ആൾക്കാർ പറയുന്നത്. ഇതിപ്പോൾ അംബാനി ഇപ്പോൾ 83 കോടി കൊടുത്തിട്ട് റിഹാനെയും ജസ്റ്റിൻ പേപ്പറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവർക്കല്ലേ കിട്ടുന്നത്, ഇവിടെ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടുന്നു എന്നൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇതിനെ സംബന്ധിച്ച് ജോലി കിട്ടും. ടെമ്പററി ആയിട്ട് കുറേ ജോലി കിട്ടും. ഈ കാറ്ററിംഗ് ആയാലും ഇപ്പോൾ പൂജ ചെയ്യുന്ന ആൾക്കാരായാലും. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കാറ്ററിംഗിന് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്ന പോലെയല്ല അംബാനിയുടെ കല്യാണത്തിനൊക്കെ കൊടുക്കുന്നത്. അത് അവർ ഫിക്സ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ ഈ 6 മാസത്തെ ഫംഗ്ഷന് കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാരും ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിലല്ലേ വരുന്നത്. അത് ഈ ഒരു ഹ്യൂജ് എമൗണ്ട് വരുന്നില്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് കാര്യമല്ലേ? പിന്നെ പറയാനുള്ളത്, അത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ അധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ പോലും കോളേജിൽ ഷോ ഓഫ് കാണിക്കാനായിട്ട് വലിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുള്ള ബൈക്ക്, കാറ് ഒക്കെ വാങ്ങാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെയാണ് വാങ്ങുന്നത്? അനാവശ്യ ലോണുകൾ, പിന്നെ അനാവശ്യമായിട്ട് വീട്ടുകാരെ പ്രഷർ ചെയ്തിട്ട് കടം വാങ്ങിച്ച് വണ്ടി വാങ്ങാം, അതിൻ്റെ ഷോ ഓഫ് കാണിക്കുക, എന്നിട്ട് ഇതിൻ്റെ പെട്രോൾ അടിക്കാനായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക. ശരി, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർഭാടം കാണിക്കുക. എനിക്കതാണ് തോന്നുന്നത്, ഈ ഷോ ഓഫ് കാണിക്കുക. അല്ലാതെ റേഞ്ച് റോവറും റോൾസ് റോയ്സും വാങ്ങാൻ കാശുള്ള ആള് മാരുതിയിലോ ഫോർച്യൂണറിലോ വരുന്നത് എനിക്ക് വലിയ ആഡംബരമായിട്ടോ ഷോ ഓഫ് ആയിട്ടോ തോന്നുന്നില്ല. എന്താണ് റിയൽ ഷോ ഓഫ്? നമ്മൾ സാധാരണക്കാരനെ വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ 50 ലക്ഷം രൂപ നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ അവൻ കല്യാണം നടത്തുന്നത് മിനിമം 10 ലക്ഷം രൂപ ചിലവ് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ പെങ്കൊച്ചിൻ്റെ കല്യാണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 സ്വർണം അതൊക്കെ ആയിട്ട് 15-20 പോവാം. ചില ആൾക്കാർ പറമ്പ് വിറ്റ് കല്യാണം നടത്തുന്നു, ലോൺ എടുത്ത് കല്യാണം നടത്തുന്നു. ആ ലോൺ അടിച്ചു തീർക്കാൻ 10 വർഷം കഷ്ടപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അംബാനി നടത്തിയ കല്യാണം എക്സ്പെൻസീവ് ആണ്, ഓക്കെ. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പോലും ചിലവിട്ടില്ല. പിന്നെ ചില ആൾക്കാർ പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്നൊരു കമന്റ് അടിക്കുന്നുണ്ട്. പാവങ്ങളുടെ കയ്യിലല്ലേ ഇത്രയും വലിയൊരു കല്യാണം നടക്കുമ്പോൾ
ഈ ഗസ്റ്റുകളൊക്കെ നമ്മൾ വിട്, ഗസ്റ്റുകളെ ഇപ്പൊ കോടികൾ കൊടുത്ത് വിളിക്കുന്നു, അത് വിട്. എങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ താഴത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് ഇപ്പൊ ഈവൻ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഉൾപ്പെടെ അവർക്കൊക്കെ നല്ലൊരു എമൗണ്ട് കൈ വരല്ലേ. അപ്പൊ അതെന്താണ് ആരും ചിന്തിക്കാത്തത്? അതും അംബാനിയുടെ കമ്പനിയിൽ നിന്ന് അംബാനിയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ എമൗണ്ട് സാധാ ഒരാൾ കൊടുക്കണേക്കാളും ഡബിളും ത്രിബിളും ആയിരിക്കും. പിന്നെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു ഇഷ്യൂവിൻ്റെ കണക്കുന്നുണ്ട്. പാവങ്ങൾ കൊടുത്തൂടെ എന്നുള്ള ഒരു സോക്കോൾഡ് എല്ലാവരും കമൻ്റ് ഇടുന്ന സോക്കോൾഡ് ടിപ്പിക്കൽ ഡയലോഗ്. ശരിക്കും അംബാനി ഈ കല്യാണത്തിന് സമൂഹ വിവാഹം നടത്തിയിരുന്നു. അതിൽ എല്ലാ ചെലവും അദ്ദേഹം തന്നെ എടുത്തത്, പ്ലസ് എല്ലാ കപ്പിൾസിനും 1,00,000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബോ പറയുന്നത് ഞാൻ കേട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ കല്യാണത്തിന്റെ ലാസ്റ്റ് 1 വീക്ക് ഈ അംബാനിയുടെ അച്ഛനൊക്കെ ജനിച്ചു വളർന്ന വില്ലേജിൽ ഒരാഴ്ച ഫുൾ ഫ്രീ ഫുഡ് ആയിരുന്നു. ഫ്രീ ഫുഡ്, ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഫ്രീ ഫുഡാണ് കൊടുത്തത്. അതും ആരും പറയണത് ഞാൻ കേട്ടില്ല. എല്ലാവരും അത് മലയാളികളുടെയും പിന്നെ ഇന്ത്യക്കാരുടെയും പ്രത്യേക ഒരു സ്റ്റൈലാണെന്നാണ്. ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ അതിന് നെഗറ്റീവ് എവിടെയാണെന്ന് ചെകഞ്ഞ് പോയിട്ട് ആ നെഗറ്റീവ് എന്തോ വലിയ കാര്യമായിട്ട് ഇങ്ങനെ യൂട്യൂബിലൂടെയും പിന്നെ ഈവൻ റെപ്യൂട്ടഡ് TV ചാനലിലൂടെയും ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇപ്പൊ ചാരിറ്റി എന്നൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും ചാരിറ്റി ചെയ്യും, നിങ്ങളും ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ക്യാമറയുടെ മുമ്പിൽ ഇപ്പോൾ ചാരിറ്റി ചെയ്തിട്ട് അത് ഫുള്ളും ഈവൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതെനിക്കൊരു ചാരിറ്റി ആയിട്ട് ശരിക്കും തോന്നിയില്ല. അതിപ്പോൾ ഒരു പബ്ലിക് സ്റ്റണ്ടായ പോലെയാണ് തോന്നുന്നത് ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ചാരിറ്റി ചെയ്യുമ്പോൾ അത് ആരും അറിയാതെ നമുക്ക് ചെയ്യാം. അതിന് ഈ ക്യാമറയുടെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളും ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ക്യാമറയും കൊണ്ടുപോയിട്ടാണ് ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചാരിറ്റി കൊടുക്കുന്ന ആൾക്കാർ മാത്രമാണ് റിയൽ ചാരിറ്റി കൊടുക്കുന്ന ആൾക്കാരെന്ന്. തെറ്റായതായിരിക്കണം. ഇവിടെ അംബാനി ഉൾപ്പെടെ പല കോടീശ്വരന്മാരും പല കോടികൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പറയുന്നില്ല. ഹാർട്ട് ഓപ്പറേഷൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. അവർക്കത് പറയേണ്ട ആവശ്യമില്ല. അവരത് മനസ്സുകൊണ്ടൊരു ചാരിറ്റി എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, എൻ്റെ എല്ലാ കോടീശ്വരന്മാരും, യൂസഫ് അലി ആയിക്കോട്ടെ, എല്ലാ കോടീശ്വരന്മാരും ഈ ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ വന്നിട്ട് ചെയ്യുന്നത് മാത്രമാണ് ചാരിറ്റി എന്നാണ് ഇപ്പോഴത്തെ കുറച്ച് ടീംസ് വിചാരിച്ചിരിക്കുന്നത്. അതൊരു തെറ്റായ ധാരണയാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു കമൻ്റ് അടിയിൽ കണ്ടിരിക്കുന്നത്, മരിക്കുമ്പോൾ 6 അടി മണ്ണും ഒരു വെള്ളത്തുണിയും മാത്രമല്ലേ കിട്ടുള്ളൂ, നീ ആർഭാടം ഷോ ഓഫ് എന്തിനാണ്? അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പൊ കാശാരനായാലും കാശാരനല്ലെങ്കിലും മരിക്കുമ്പോൾ 6 അടി മണ്ണും വെള്ളത്തുണി കിട്ടുള്ളൂ. അപ്പോൾ കാശുള്ള ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്തിട്ട് മരിക്കാൻ നോക്കുക. ഈ പണ്ടത്തെ കാലമാണ് വെള്ളം പോലും കുടിക്കാതെ കാശൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുന്നത്, കൈമാറുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ കാലം മാറി. ഇപ്പൊ സ്വന്തം കാശ് ഉണ്ടാക്കിയത് ഒരു 50 to 60% അടിച്ച് പൊളിച്ചിട്ട് ബാക്കി ആണ് പിള്ളേർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കുക. അതാണ്, ബാക്കിയൊക്കെ അവരുണ്ടായിക്കോളും. അപ്പോൾ ഈ ടിപ്പിക്കൽ ഡയലോഗിനോട് എനിക്ക് ഭയങ്കര ഒരു കോമഡി ഫീലാണ്. ഇത് മരിക്കുമ്പോൾ ഏതെങ്ങാണ്ട് 6 അടി മണ്ണും വെള്ളത്തുണിയും മാത്രം അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ തന്നെ കാണുമ്പോൾ തന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ശരിയും പറഞ്ഞു, നമുക്ക് എത്രയുണ്ടോ നമ്മൾ അതിനെ തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാം. നമുക്ക് എത്രയുണ്ടോ അതിൽ ആസ്വദിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് ലോൺ എടുത്തും കടം വാങ്ങിച്ചും ആസ്വദിക്കാനല്ല പറഞ്ഞത്. ഇപ്പൊ മാക്സിമം ആൾക്കാരും അങ്ങനത്തെ ട്രെൻഡ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കാണാൻ മാക്സിമം ആൾക്കാർ ഇപ്പോൾ അടിച്ചു പൊളിക്കുന്നവർക്ക് ലോൺ എടുത്തിട്ടാണ്. എന്നിട്ട് അവർ ഇതേപോലത്തെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ഇടും. അത് കോടികൾ ആസ്തിയുള്ള ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് പാവങ്ങൾക്ക് കൊടുത്തൂടെ, എന്നിട്ടാ ഈ 6 അടി മണ്ണ്, ഇങ്ങനെ കുറെ കോമഡി. സോ ഇവന്തോ ഇതൊരു ചെറിയൊരു ബ്ലോഗാണ്. ഇന്ന് പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. എന്തായാലും ആഴ്ചയിൽ ഒരു ബ്ലോഗ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. സോ ബെസ്റ്റ് വിഷസ് ഫോർ ആനന്ദ് അംബാനി ആൻഡ്
Jatika Merchant. That's all. Thank you and have a nice day.